ഹലോ ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ ബർത്ത്ഡേ ഒരുക്കങ്ങളുടെ വീഡിയോ ആണ്. ഇത് ബർത്ത്ഡേ തലേദിവസം അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വെച്ചിട്ടോ. സ്റ്റേജില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ബർത്ത്ഡേ ബാനറും അങ്ങനെയൊക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേഷൻ പോലെ ഞങ്ങളുടെ വക ചെറുതായിട്ടൊന്ന് ചെയ്യാന്ന് വെച്ചാൽ. ഇത് ഈ വണ്ണൊക്കെ ഞാൻ മുന്നേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വിഷ്ണു ഒട്ടിച്ചൊക്കെ തന്നു. നമുക്ക് സ്റ്റാൻഡ് ചെയ്ത് വെക്കണമല്ലോ. പിന്നെ ഇത് ഇവിടെ അമ്മേൻ്റെ ബലൂൺ വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വിഷ്ണു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു മന്തിന് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. പിന്നെ കുറേ ബലൂണൊക്കെ വീർപ്പിച്ചിട്ടിട്ടുണ്ട്. ഞാൻ ചുണ്ടിനും കൊണ്ട് കുറച്ച് നേരം മാനേജ് ചെയ്ത് നിൽക്കുകയാണ്. താഴത്തായിരുന്നു, അപ്പോൾ അത് ചെയ്തിട്ട് ഇതൊക്കെ. പിന്നെ ഇവിടെ കുറച്ച് നെറ്റൊക്കെ വെച്ചിട്ടുണ്ട്, മാല ബൾബൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനും ജോയിൻ ചെയ്തു. എന്താ നമ്മുടെ ബലൂണൊക്കെ ഒന്ന് വീർപ്പിക്കാം. ഞങ്ങളുടെ പിന്നെ ഈ ഒരു എയർ പമ്പ് ഉള്ളത് കൊണ്ട് പിന്നെ വളരെ സുഖമായിരുന്നു കേട്ടോ. എൻ്റെ മോളെ ചെടി അവിടെ ഇങ്ങനെ കിടന്ന് നടക്കണുണ്ട് ബലൂണൊക്കെ. അപ്പോൾ കുറച്ചധികം ബലൂൺസ് ഇട്ടിട്ട് ആളവിടെ ഇരുത്തിയിരിക്കുകയാണ്. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സ്റ്റെയർ കെട്ടിയിട്ടില്ല, അപ്പോൾ അടിയിലേക്ക് വീഴുമെന്നൊരു പേടിയുണ്ട്. നമ്മൾ മുകളിലാണ് ചെയ്യുന്നത് വീടിൻ്റെ. അവിടെയാണ് നമ്മൾ കേക്ക് മുറിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും എങ്ങനെ ഇരുന്ന് ബലൂണൊക്കെ വീർപ്പിക്കുകയാണ്. അപ്പുറത്ത് അമ്മയും ഇരുന്ന് വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് ഭയങ്കര ടാസ്ക്. എവിടെയാണ് നമ്മളൊരു 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. അതിന് മുന്നേ വിഷ്ണുവിന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, പാത്രങ്ങൾ എടുക്കാൻ പോകുക, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊരു 8 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. അപ്പോൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അത് കുറച്ചൊന്നും ആയിട്ടാണ് ഫുഡ് കഴിക്കാൻ. എന്നിട്ട് താഴെ പോയിട്ട് ഉണ്ണിനെയൊക്കെ ഉറക്കിയിട്ട് ബാക്കി ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങാമെന്ന് വെച്ചിട്ട് പിന്നെ കുറേ നേരമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. വീണ്ടും വന്നപ്പോൾ എൻ്റെ മോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഗോകും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവനും ഞങ്ങൾ ജോയിൻ ചെയ്തു. അപ്പോൾ അമ്മ ഉണ്ണീനെ നോക്കിയിട്ട് ഇങ്ങനെ നടക്കണം അവിടെ. അവൾ പിന്നാലെ അവളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നേരം ഒതുങ്ങിയിരിക്കും. പിന്നെ ഒരു ഒറ്റ ഓട്ടാണ്. നമുക്കാണെന്ന് വെച്ചാൽ ഇവിടെ സ്റ്റെയർ കെട്ടാതെ പേടിയാണ് പെട്ടെന്ന്. അതുകൊണ്ട് ഒരാൾ പിന്നാലെ തന്നെ വേണം. പിന്നെ അവനും അങ്ങനെ കുറച്ച് നേരം ബലൂണൊക്കെ വീർപ്പിച്ചു. ഫുൾ ബലൂൺ വീർപ്പിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ, ബാക്കിയുള്ള വീട്ടിൽ അവരോടെ ഒട്ടിച്ച് വെക്കാം എന്നൊരു ഇതിലാണ് കേട്ടോ നമ്മളിങ്ങനെ വീർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ പതുക്കിരുന്ന് വീർപ്പിക്കണം. വിഷ്ണു ആണെങ്കിൽ എന്താ പറയുക, ആ മന്തിൻ്റെ കാര്യങ്ങളും അങ്ങനെ ഓരോന്നൊക്കെ സെറ്റ് ചെയ്യേണ്ട. അവൻ ബാക്കി ഉള്ള സെറ്റ് ചെയ്യണോ, പിന്നെ ബാനറുകൾ ഒട്ടിക്കേണ്ടതൊക്കെ ഞങ്ങൾ വീർപ്പിച്ച് കൊടുക്കാമെന്ന് വെച്ചു. എല്ലാവരും ഒരു പണിക്ക് നിന്ന് പണി തീരില്ലല്ലോ, ഓരോരുത്തർ ഓരോ പണികൾ ചെയ്താലല്ലേ പണി തീരുള്ളൂ. അങ്ങനെ അവൻ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ മന്തിൻ്റെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ വിചാരിച്ചു നമുക്കതൊരു മുകളിൽ കെട്ടാനാണ് നമുക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ അത് ഓരോ സ്ഥലത്തായിട്ട് സെറ്റ് ചെയ്യുന്നത്. പിന്നെ അതിങ്ങനെ ഓരോന്ന് കുറക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇത് ഇങ്ങനെ ഓരോന്ന് കുറച്ച് തുടങ്ങി കേട്ടോ. എൻ്റെ മോൾ ഇതുവരെ ഉറങ്ങിയിട്ടില്ല. കുറച്ച് കഴിഞ്ഞ് ലേറ്റൊക്കെ ഇതായാലും അവൾ ഉറങ്ങുള്ളൂ. നമ്മൾ ആക്റ്റീവായിരുന്ന അവളും അതേമാതിരി ആക്റ്റീവായിരിക്കും, ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കും. നമ്മുടെ ബർത്ത്ഡേ ഡെക്കറേഷൻ ബ്ലോഗിൻ്റെ ഫുൾ വീഡിയോ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.